أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره لليسرى وما يغني عنه ماله إذا تردى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وما يغني عنه ماله إذا تردى. إن عليك على الهدى إن أترى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وما يغني عنه وأما من بخل واستغنى وكذب بالحسنى فسنيسره لليسرى عسرى وما يغني عنه ماله إذا تردى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى
وما يغني عنه ماله إذا تردى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. ശ്രദ്ധിക്കാനുള്ളത് മൻ ആദ്യത്തെ അമ്മ മൻ അവിടെ ഇങ്ങനെ നിങ്ങൾ കാണാം അല്ലേ, ഈ അർക്കത്താണ് കാണാം. പിന്നെ സുക്കൂനല്ല ശരിക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ വാല് മുറിച്ചതാണ്, ഇട്ടിട്ട് അതിൻ്റെ വാല് മുറിച്ചതാണ് അമ്മാമൻ. എന്നാൽ മറ്റേടത്ത് കാണുന്നതോ അമ്മാ മം ബഖില, അവിടെ അതല്ല, അവിടെ അതിൻ്റെ മുകളിൽ ഒരു മീമ് കാണാം. രണ്ട് മന്നും വ്യത്യാസമുണ്ട്. ആദ്യത്തെ മൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. അതിനാണ് അടയാളം ഇട്ടത്. ഉണ്ടല്ലേ, ഈ അടയാളം ഇട്ടാൽ അമ്മാ മൻ മൻ എന്ന് മാത്രം ഓതിയാൽ മതി. എന്നാൽ രണ്ടാമത്തോടത്തോ അമ്മാ മം ബഖില അമ്മാ മം ബഖില, ഒരു പിന്നെ ഉന്നത്ത് വേണം. അതോടൊപ്പം പിന്നെ ബായിലേക്ക് എന്ത് ചെയ്യണം? ഇഖ്ലാബ് എന്ന് പറയുന്നത്. നൂന്, ഇതാണ് അതിൻ്റെ നിയമം. സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീന് ഏതെങ്കിലും വരിക, അതിൻ്റെ ശേഷം എന്ത് വരിക? ബ എന്ന അക്ഷരം വന്നാൽ അതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇഖ്ലാബ് എന്ന് പറയുന്നത് എന്നുള്ള നൂനിൻ്റെ ശബ്ദത്തെ എന്നുള്ള മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുന്ന, ഇഖ്ലാബ് പറഞ്ഞാൽ മാറ്റിമറിക്കുന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് മം മൻ എന്നല്ല അവിടെ ഉച്ചരിക്കുക. അപ്പോൾ ഓതേണ്ടത്, രണ്ടാമത്തെ ഓതേണ്ടത് അമ്മാ മം ബഖില, ആദ്യത്തത് ഫഅമ്മാ മൻ ഫഅമ്മാ മൻ, അത്ര അതേ അവിടെ ഓതേണ്ടിയുള്ളൂ ആദ്യത്തേൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അ ഉച്ചരിക്കണം ശരിക്ക്. ഫ അ ഫഅമ്മ ഫഅമ്മ ഫമ്മ എന്നൊന്നും ഓതാൻ പാടില്ല എന്നർത്ഥം. കാരണം എന്താ? ഈ അക്ഷരാണ് വരുന്നതെങ്കിൽ അതിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. ഫ അ ഫ അ ഫ അമ്മ. പിന്നെ ഇതാണ് വരുന്നെങ്കിലോ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അത് രണ്ടും വന്ന് നോക്കി നിങ്ങൾ. അഴുത്താന്നില്ലടുത്ത് വന്നത് ഇതാണ്, അപ്പം ആ ഉച്ചരിക്കണം. എന്നാൽ വത്തക്കാന്നില്ലടുത്ത് വന്നത് രണ്ടാമത്തതാ, ഈ സ്വാദുള്ളതാ. അത് എന്തുണ്ടാവില്ല? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ വ ഇത്തക്കാന്ന് ഓതാതെ വത്തക്ക. അപ്പോൾ ഓതേണ്ടത് എങ്ങനെ? ഫഅമ്മാമൻ അഅത വത്തക, വ ഇത്തക്ക എന്നല്ല, വത്തക. ഇത് ഈ സിഗ്നൽ കാണുമ്പോൾ മനസ്സിലാക്കുക അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. ഇത് കാണുമ്പോൾ അ ഇ ഉ എന്ന് ഉച്ചരിക്കണം. ആ നാണർക്കത്തെങ്കിൽ ആ ഉച്ചരിക്കുക, ഈ നാണർക്കത്തെങ്കിൽ ഈ ഉച്ചരിക്കുക, ഉ ആണെങ്കിൽ ഉ. ഇവിടെ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അതിനാണ് ആ രണ്ട് അടയാളം അവിടെ കാണുന്നത്. അഴുത്താന്നില്ലോടത്ത് നിങ്ങൾക്ക് ആദ്യത്തെ അലിഫ് കാണാം, അംസ കാണാം. പിന്നെ വത്തക്കാന്നില്ലോടത്ത് രണ്ടാമത്തേത് കാണാം, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. അതിനാണ് ആ സിഗ്നലുണ്ട്. അതിൻ്റെ ആദ്യത്തിൻ്റെ പേരാണ് ഹംസത്തുൽ ഖത്അ, രണ്ടാമത്തേത് ഇതിൻ്റെ പേരാണ് ഹംസത്തുൽ വസിൽ എന്നാണ് അതിനെ തജ്വീദ് ഭാഷയിൽ പറയാറുള്ളത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ബിൽ ഹുസ്ന, ബി കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട്. ബി പിന്നെ ഇങ്ങനെ ഒരു നീട്ടാനൊരു അലിഫുണ്ട്.
അതിൻ്റെ മുകളിലും കാണാം ഇത് ഈ സാധനം രണ്ടാമത്തെ. അതുകൊണ്ടാണ് നമ്മൾ ബി അൽ ഹുസ്ന എന്നല്ല ഉച്ചരിക്കുന്നത്. ബിൽ ഹുസ്ന കൂട്ടി ഓതുമ്പോൾ അവിടെയും ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം വസിലിൻ്റെ അംസയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫസനു യസ്സിറുഹു ലിൽ യുസ്റ അവിടെ ഉച്ചാരണം ഉണ്ട്. പിന്നെ വ അമ്മ വ കഴിഞ്ഞിട്ട് അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വ അമ്മാമം ബഖില മൻ നല്ല ഓത മം ബഖില. പിന്നെ വസ്തഗ്ന വ ഇസ്തഗ്ന എന്നാണ് അവിടെ എഴുതിയത്. നമ്മൾ ഓതേണ്ടത് വസ്തഗ്ന. ഈ കാരണം രണ്ടാമത്തേത് വന്നതുകൊണ്ടാണ്. ഈ വസിലിൻ്റെ അംസ വന്നാൽ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. കൂട്ടി ഓതണില്ല ഒരാൾ, പിന്നെ വസ്തഗ്ന എന്ന് തുടങ്ങാണ്. അപ്പം അങ്ങനെ ഓതുകയാണെങ്കിൽ പിന്നെ ഇസ്തഗ്ന എന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ഉച്ചരിക്കും സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ. കൂട്ടി ഓതുമ്പോൾ മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ വസ്തഗ്ന വസ്തഗ്ന. പിന്നെ വകദ്ദബ ബിൽ ഹുസ്ന ഹ വ്യക്താക്കുക. പിന്നെ ഫസനു യസ്സിറുഹു ലിൽ ഉസ്റ ഐന് വ്യക്താക്കുക. വമാ യുഗ്നി അൻഹു അവിടെ നൂനുമ കണ്ടില്ല നിങ്ങൾ, ഞാൻ പറഞ്ഞ ഈ അടയാളം വരുന്നുണ്ട് അല്ലേ, അൻ. അപ്പം അവിടെ നമ്മൾ മണിക്കാനൊന്നും പോണ്ട. അൻഹു അൻഹു ആ നൂനിനെ വ്യക്താക്കിയാൽ മതി. പിന്നെ മാലുഹു ഇദാ തറദ്ദ അവിടെ എന്ത് ചെയ്യണം? മാലുഹു എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? ആ മാലുഹു എന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു വാവ് ഉണ്ടല്ലോ നിങ്ങൾ, ആ വാവ് നീട്ടണം എന്നില്ലേനാണ്. പിന്നെ വരുന്ന അക്ഷരാണ് നോക്കേണ്ടത്. അതാണ് അതിൻ്റെ പ്രധാനം. അവിടെ ഈ എന്നാണ് അംസയാണ് വരുന്നത്. അപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം, നീട്ടാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ, ഈ അക്ഷരത്തിന് ശേഷം അംസ വന്നു കഴിഞ്ഞാൽ 4 മുതൽ 6 വരെ നീട്ടണം. അപ്പം മാലുഹു എന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ചെറിയൊരു വാവുണ്ട്. ആ വാവിൻ്റെ ശേഷം അംസ വരുന്നുണ്ട്. ഈ നില്ല അംസ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 4 to 6 നീട്ടണം. അപ്പോൾ ഓതേണ്ടത് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ മാലുഹു ഇദാ തറദ്ദ. അവിടെ ഈ ഉച്ചരിക്കണം നിർബന്ധമായിട്ടും. ദാ നീട്ടേണ്ടത് നമ്മൾ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പം 2 കതിർ നീട്ടിയാൽ മതി. ഇതാ പിന്നെ തറദ്ദ. ഇനി ആ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തജ്വീദ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ, എങ്ങനെയും ചോദിക്കാം. എന്തുണ്ടോ? ഇല്ല. എന്നാ അർത്ഥം പറഞ്ഞോളി. ഫ അമ്മാമൻ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയ ഇന്ന സായക്കും ലക്ഷത്ത അല്ലേ. വല്ലൈലി ഇദാ യക്ഷ. രാത്രി അത് മൂടി വരുമ്പോൾ ആ രാത്രിയെ തന്നെ സത്യം. വല്ലൈലി ഇദാ തജല്ല. പകൽ പ്രകടമാകുമ്പോൾ ആ പകലിനെ തന്നെ സത്യം. വമാ ഖലഖ ദക്കറ വൽ ഉൻസ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ രീതി തന്നെ സത്യം. ഇന്ന സഅയക്കും ലശത്ത. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം വിഭിന്ന രൂപത്തിലുള്ള, നമ്മൾ 2-3 ക്ലാസ്സിലായിട്ട് വിശദീകരിച്ചു അവിടെ വരെ. ഇനി നമുക്ക് പറയാനുള്ളത് ഫ അമ്മാമൻ. ഫ എന്ന് പറഞ്ഞാൽ എന്നാൽ, അപ്പോൾ. അമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ എന്നാൽ, അതിനും അർത്ഥമുണ്ട്. നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ അപ്പോൾ എന്നാൽ എന്ന് പറയില്ല, എന്നാൽ എന്നേ പറയാറുള്ളൂ അല്ലേ. പിന്നെ മൻ എന്ന് പറഞ്ഞാലോ യാതൊരുത്തൻ. അവൻ നൽകുന്നു അല്ലെങ്കിൽ അവൻ നൽകുന്നു. വത്തക്ക സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നു. അപ്പം ആരാണോ നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവനാരോ അവൻ. വസദ്ദഖ ബിൽ ഹുസ്ന. ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാരോ അവൻ. ഫസനു യസ്സിറുഹു ലിൽ യുസ്റ. ഫസനു യസ്സിറുഹു അവന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും. ലിൽ യുസ്റ ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും. തിരിച്ചു വരിക. ഫ എന്ന അക്ഷരം അള്ളാഹു അവിടെ എന്തിനാ കൊണ്ടുവന്നത്?
നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തെ വിശദീകരിക്കാനാണ് ഫാ കൊണ്ടുവന്നത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അള്ളാഹു കുറെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഇന്ന സഅയക്കും ലശത്ത എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രവർത്തനം വിഭിന്ന രൂപത്തിലുള്ളതാണ് എന്ന് പറയുണ്ടായി. അപ്പോൾ ആ വിഭിന്ന രൂപത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനം ഇനി അതിനെ വിശദീകരിക്കാം. അള്ളാഹു തആല മനുഷ്യരെ രണ്ടായി വിഭജിക്കാൻ. ഒന്ന് ഫഅമ്മാമൻ അഅത വത്തഖ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ദാനം നൽകുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഒരു വിഭാഗം. ഞാൻ അതിൻ്റെ താഴെ പറയുന്നുണ്ട് വഅമ്മാമൻ ബഖില വസ്തഗ്ന, ആരാണോ ദാനം നൽകാതെ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം. അപ്പം രണ്ട് വിഭാഗം ആളുകളെ അള്ളാഹു തആല അവിടെ വിശദീകരിക്കണം. അതിൽ ഒന്നാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പം മൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും? മൻ എന്ന ആ പദം പറയുമ്പോൾ അതിൽ ആണും പെണ്ണൊക്കെ പെടും. ആണും പെണ്ണും. അതുകൊണ്ട് പെണ്ണിനെ പ്രത്യേകം എടുത്തു പറയേണ്ടിയില്ല. ഫഅമ്മാമൻ അഅത, ആരാണോ നൽകുന്നത്, അതാണാവട്ടെ പെണ്ണാവട്ടെ. പിന്നെ പറയുന്നത് അഅത എന്ന പദപ്രയോഗമാണ്. അഅത എന്ന് പറഞ്ഞാൽ എന്താ? അഅത അതാ എന്ന് പറയും അറബികൾ. അതാ പറഞ്ഞാൽ എന്താ? ദാനം, അല്ലേ? ദാനം, കൊടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അഅത എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ്. അപ്പോൾ ആരാണോ നൽകുന്നത്, ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മുഅ്ജിസത്താണ് ആ പദം. നോക്കി നിങ്ങൾ, എന്തൊക്കെ ആശയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന്, കൊടുക്കുക എന്ന് പറയുന്നത് അത് ആര് കൊടുക്കുക, ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താ കൊടുക്കേണ്ടത് എന്നവിടെ പറയുന്നില്ല. അപ്പം ആരാ കൊടുക്കേണ്ടത്? ആണും പെണ്ണും കൊടുക്കണം, അല്ലേ? എന്തൊക്കെയാ കൊടുക്കേണ്ടത്? എന്താണോ ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ളത് അതൊക്കെ കൊടുക്കണം. അതൊക്കെ പാടെങ്ങനെ എടുത്തു വരാം. അപ്പം നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ വേഗം നമ്മളെ മനസ്സിലേക്ക് ഓടി വരും എന്താ? സമ്പത്താ. മാല് മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല കൊടുക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു അവിടെ പറയാതെ പോയതത്, അല്ലേ? സമ്പത്ത് കൊടുക്കുക എന്നുള്ള അയത്താ മാലുഹു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത് മാത്രമല്ല ഉദ്ദേശിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ ആ മനുഷ്യന് എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ ആ കഴിവുകൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ്. അത് ഒരാൾക്ക് ചിലപ്പോൾ സമ്പത്താവാം, മറ്റൊരാൾക്ക് വലിയ എക്സ്പീരിയൻസ് ആവാം, മറ്റൊരാൾക്ക് സ്വാധീനമാവാം, ജോലിയിലുള്ള സ്വാധീനമാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ സ്വാധീനമാവാം, വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള സ്വാധീനമാവാം, അല്ലെങ്കിൽ അയാളുടെ ടൈം ആവാം. ഒരു മനുഷ്യനെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ അവനവൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ടൈം, ആ വക്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒത്തിരി മറ്റൊരാൾക്ക് കൊടുക്കണം. അവൻ്റെ സ്ഥാനം, ആ സ്ഥാനം ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് സഹായിക്കണം. ഒരു മർദ്ദിതനായ ആളെ കാണുമ്പോൾ ഏതൊരു രൂപത്തിലാണോ മർദ്ദിതനെ സഹായിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ സഹായിക്കണം. ആ മർദ്ദിതനെ ചിലപ്പോൾ എൻ്റെ കൈ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല, എൻ്റെ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് കഴിയുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവനെ സഹായിക്കണം. ഇങ്ങനെ ആ ദാനം നൽകുന്ന വസ്തു എന്താണോ എന്ന് അല്ലാഹു തആല ക്ലിപ്തപ്പെടുത്തി പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അത് ക്ലിപ്തപ്പെടുത്തി പറയാൻ ഒരിക്കലും കഴിയൂല. എത്ര കാര്യങ്ങളുണ്ടാവും പറയുകയാണെങ്കിൽ ഈ ഖുർആനിലൊന്നും എഴുതിയാൽ തീരൂല, അല്ലേ? അത്ര പേജിലൊന്നും എഴുതിയാൽ തീരൂല. അതിന് മാത്രം കാര്യങ്ങളുണ്ടാവും. എന്ത് കൊടുക്കണം എന്ന് അല്ലാഹുവോടെ പറയാത്തത് അതിൻ്റെ ആ സൂത്രം അതാണ്. അപ്പോൾ അവനവൻ എന്തൊക്കെ സൗകര്യമാണോ, എന്തൊക്കെ കഴിവുകളാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അത് മറ്റുള്ളവന് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്വഭാവം മനുഷ്യനിൽ ഉണ്ടാവണം. അതാ എന്ന് പറയുന്ന ഒരു സ്വഭാവം അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. ആ അതാ അവനിലും ഉണ്ടാവണം എന്നാണ് അള്ളാഹു തആല കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ആർക്ക് നൽകണം എന്ന് പറഞ്ഞോ? അവൻ പറഞ്ഞിട്ടില്ല. ഫഅമ്മാമൻ അഅത എന്ന് പറഞ്ഞ് പാട് പോയിക്കുക. ആർക്ക് നൽകണം എന്നും പറഞ്ഞിട്ടില്ല. എന്ത് നൽകണം എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് നൽകണം എന്ന് പറയാത്തതിൻ്റെ സൂത്രം ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതേപോലെ ആർക്ക് നൽകണം എന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നൽകുക എന്ന് പറഞ്ഞാൽ ഫുഖറാക്കൾക്ക് നൽകാം, മിസ്കിന്മാർക്ക് നൽകാം, അല്ല. അത് മാത്രമല്ല, ആരാണോ പിന്നെ ലഭിക്കാൻ അർഹപ്പെട്ടിട്ടുള്ളത് അവർക്കൊക്കെ നൽകണം.
ആ ഫുക്കറാവു മസാക്കിൻ മാത്രമല്ല, ചിലപ്പോൾ ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യനുണ്ടാവും, വലിയ കഴിവുകളും സ്വാധീനവും സമ്പത്തൊക്കെ ഉള്ള മനുഷ്യനുണ്ടാവും. പക്ഷേ അവന് ലഭിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ടാവും. അത് ഇല്ലാത്തവൻ ചിലപ്പോൾ ഒരു അറിവ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത്, പ്രവാചകന്റെ ഒരു സുന്നത്ത്, അല്ലെങ്കിൽ ദീനിയായ ഒരു കാര്യം, അല്ലെങ്കിൽ SIR ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യം, അത് ചിലപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അയാളെ സമ്പത്തിന്റെ പിന്നാലെ എങ്ങനെ പോകുന്നുണ്ടാവും, ഈ കാര്യം ഒന്ന് ചിന്തി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആർക്കാണോ അർഹപ്പെട്ടത് അവർക്ക് കൊടുക്കണം. അപ്പൊ എന്തു കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നതും അല്ലാഹു തആല പറയാതെ പോയതിലുള്ള സൂത്രം അതാ. അപ്പൊ ഫഅമ്മാമൻ അഅ്ത, അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യനുണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ദാനം നൽകിക്കൊണ്ടിരിക്കുക. ദാനം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമ്പത്ത് മാത്രമല്ല, എന്താണോ റബ്ബ് നമുക്ക് ഒരു പുഞ്ചിരി, ആ ഒരു ദാനമാണ്. ഒരാളെ കാണുമ്പോൾ ചിരിക്കുക, ഒരാളെ കാണുമ്പോൾ സലാം പറയാ, വഴിയിൽ കാണുന്ന എന്തെങ്കിലും ഒരു കുപ്പിച്ചില്ലോ മുള്ളും കെട്ടോ ഒക്കെ നീക്കുക, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം അത് സസ്യങ്ങൾക്കുള്ള അവകാശം ഉണ്ടാവും. ചിലപ്പം നമ്മളിപ്പോൾ ഒരു ചെടി കുഴിച്ചിടുക, ആ ചെടിക്ക് വെള്ളം നനയ്ക്കുക, ആ ചെടിക്ക് കിട്ടേണ്ട അവകാശം. അപ്പൊ അഴുത്ത അങ്ങനെ നൽകിക്കൊണ്ടിരിക്കണം എന്നാ. ചിലപ്പോൾ ജന്തുജാലങ്ങൾക്കാവും, പൂച്ച, മൃഗം, നായ്ക്കള്, നാക്കാലികൾ തുടങ്ങിയ നമ്മൾ വളർത്തുന്ന ജന്തുക്കളാവാം, അല്ലാത്ത ജന്തുക്കളാവാം, അല്ലേ? അവർക്ക് എന്താണോ ആ സമയത്ത് ആവശ്യമുള്ളൂ അതും നൽകിക്കൊണ്ടിരിക്കണം. അപ്പം ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല അല്ലാഹു തആല. ഫഅമ്മാമൻ അഅ്ത. നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ഒരു മുഅ്ജിസത്തായിട്ടാണ് ഈ ആയത്തിനെയൊക്കെ പിന്നെ ഭാഷാ പണ്ഡിതന്മാർ എണ്ണി വരുന്നത്. കാരണം ഇത്ര ചെറിയ കാര്യത്തിൽ വലിയ ആശയം ഉൾക്കൊള്ളിക്കാൻ പറ്റണ അറബി ഭാഷയിലല്ലാതെ മറ്റൊരു പദം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല എത്ര ഫിറ്റായിട്ടാണ്, വേറെ ഏതെങ്കിലും സാഹിത്യകാരന്മാരാണ് ഇത് പറയണമെങ്കിൽ ഓല് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, സമ്പത്തൊന്നും നിങ്ങളുടെ കഴിവൊന്നും കൊടുക്കണം കേട്ടോ എന്നെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും. അള്ളാഹ് അതൊന്നും പറഞ്ഞില്ല. ഫഅമ്മാം അല്ലെങ്കിൽ ദരിദ്രന്മാരെ, മിസ്കിന്മാരെ അതും പറഞ്ഞില്ല അല്ലാഹു തആല. കാരണം അവര് മാത്രമല്ല അവകാശികൾ, അല്ലാത്തവരും നിങ്ങൾക്കുള്ള കഴിവിൽ നിന്ന് മറ്റുള്ളവർ ആവശ്യമാണ്, അല്ലേ? മറ്റൊരാളിൽ നിന്ന് എനിക്ക് ആവശ്യമാണ്, എന്നിലില്ലാത്തത് എനിക്കുള്ളത് മറ്റുള്ളവർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫഅമ്മാമൻ അഅ്ത എന്ന പദപ്രയോഗം അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പറയാം, കൊടുക്കും, നമ്മൾ ചിലപ്പോൾ ദാനമൊക്കെ കൊടുക്കും. പക്ഷേ ദാനം കൊടുക്കുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ വത്തക്ക തെക്കുവയോട് കൂടി ആയിരിക്കൂല കൊടുക്കുക. എന്താ ഈ തെക്കുവ എന്ന് പറയുന്നത്? തെക്കുവ എന്ന് പറയുന്നത് എന്താ? തെക്കുവ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക, അല്ലേ? നമ്മളിപ്പോൾ കൊടുക്കും, ഞാൻ ഇപ്പോൾ റസാക്കിന് എന്തെങ്കിലും കൊടുക്കും. കാരണം എന്താ? ഇപ്പം 2 റുപ്യ എടുത്താൽ ഓൻ ചിലപ്പം നാട്ടിൽ പോകുമ്പോൾ 10 റുപ്യയ്ക്ക് എനിക്ക് തിരിച്ചു തരും എന്ന ഉദ്ദേശത്തോടു കൂടി കൊടുക്കും. അതല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും, ആ കൊടുതിയല്ല. അങ്ങനെ കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അഅ്ത എന്ന് പറഞ്ഞപ്പം വത്തക്ക എന്ന പദപ്രയോഗം ഉപയോഗിച്ച്. തെക്കുവ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? തെക്കുവ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം സൂക്ഷ്മത പാലിക്കുക. ശരിക്കും ആ പദം എഴുന്നാണ്ടാണത് വക്കായത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ്ടാണ്. ഈജിപ്തുകാർ വക്കായത്ത് എന്ന പദം, ആ പദത്തിൽ നിന്നാണ് തെക്കുവ എന്നുള്ള പദം ഉണ്ടാവുന്നത്. വക്കായത്ത് പറഞ്ഞാൽ എന്താ? വക്കായത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ കിണർ കുഴിക്കുമ്പോൾ ആ കിണറിന് ചുറ്റും എന്തുണ്ടാവും? എന്താ നിങ്ങൾ പറയലേന്? ഒരു വാളുണ്ടാവും, വേലി ഉണ്ടാവും, അല്ലേ? വേലി ഉണ്ടാവും. ആ വേലിക്കാണ് എന്താ പറയാ? വക്കായത്ത് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്, അല്ലേ? പണ്ട് കാലങ്ങൾ കിണർ കുഴിക്കുമ്പോൾ, കിണറാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് കുഴിക്കുമ്പം അതിൻ്റെ ചുറ്റും ഒരു വേലി കിട്ടും. ആ വേലിക്കാണ് വക്കായത്ത് എന്ന് ഈജിപ്തുകാർ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആ പദത്തിൽ നിന്നാണ് എന്ത് ഉണ്ടാവുന്നത്? വക്കായത്ത് എന്ന പദം. പിന്നെ തക്കുവ എന്ന് പറയുന്നത് ഉണ്ടാണ്. വക്കായത്ത് എന്നാണ് അതിന് പറയാം, വക്കായ എന്നാണ് അതിന് പറയാം. അതിനാണ് തെക്കുവ എന്ന് പറയുന്ന പദം ഉണ്ടാവുന്നത്. തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിക്കുക. അപ്പം എന്തിനായി വേലി കെട്ടണത്? ആ ശുദ്ധമായ കിണറ്റിലേക്ക് ഒന്നും അഴിക്ക് അങ്ങോട്ടും ചാടാൻ പാടില്ല. അതേപോലെ എന്ത് ചെയ്യണം? ആ വൃത്തിയോട് കൂടി സൂക്ഷിക്കണം. അതിലേക്ക് ആരും ചാടാതിരിക്കാൻ കൂടിയാണ് വേലി കെട്ടുന്നത്.
ഇതേപോലെ തഖ്വ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കേണ്ടത്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും വേണം. ആ കിണറ്റിലെ ശുദ്ധവെള്ളം അവിടെ ഉണ്ടാവണം. ആ ശുദ്ധവെള്ളത്തിലേക്ക് അശുദ്ധമായതൊന്നും പിന്നെ കലരാനും പാടില്ല. അതാണ് ശരിക്കും തഖ്വ എന്ന് പറയുന്നത്. ശുദ്ധമായ ആ വെള്ളം അവിടെ ഉണ്ടാവണം. ആ ശുദ്ധവെള്ളത്തിലേക്ക് മറ്റൊന്ന് കലരാനും പാടില്ല. ഇതേപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കണം. ആ കൽപ്പന ഈ ശുദ്ധമായ വെള്ളത്തെ പോലെയാണ്. എന്നാൽ അള്ളാഹു വിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ചിലപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം ഹറാമായതും ചെയ്യും. കുറേ അള്ളാഹ് പറഞ്ഞ് നിസ്കരിക്കുന്നുണ്ടാവും, അല്ലേ, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം ഇങ്ങേപ്പുറത്ത് ഹറാമും ചെയ്യുന്നുണ്ടാവും. അത് പാടില്ല. അപ്പം ഈ ശുദ്ധവെള്ളം കേടുവരും. അപ്പം തഖ്വ എന്ന് പറയുന്നതിന് 2 ഭാഗമുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന അത് സ്വീകരിക്കും വേണം. അള്ളാഹു അരുതേ എന്ന് പറയുന്നത് വെടിയും വേണം. അപ്പോഴേ തഖ്വയാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു താല നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പം വത്തക്ക, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും വേണം, തഖ്വ ഉണ്ടാവുകയും വേണം എന്ന് അള്ളാഹു താല പറയാനുള്ള കാരണം. അപ്പം നമ്മൾ കൊടുക്കും. ആ കൊടുക്കുമ്പോൾ എന്താ, അതിൻ്റെ പ്രേരണയാണ് ആ തഖ്വയോടുകൂടി കൊടുക്കണം, ഭക്തിയോടുകൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഞാനിത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ ഈ നൽകുന്നത്. ഞാൻ നിങ്ങളോടിപ്പോൾ ചിരിച്ചിട്ടുള്ളത്, സലാം പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ്. ഞാൻ വഴിയിലൂടെ നടന്നപ്പം ഒരു മുള്ളുംകെട്ട്, ഒരു കുപ്പിച്ചില്ല് അത് മാറ്റി വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ആ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാവണം എത്ര നിസ്സാരമായ കാര്യം നാം ചെയ്യണതും. അതാണ് അഴ്ത്ത. ആ ചെയ്യണതൊക്കെ അഴ്ത്തയിൽ പെട്ടു. വത്തക്ക, ആ ചെയ്യാനുള്ള പ്രേരണ എൻ്റെ മനസ്സിലുണ്ടാവുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ബോധമാവണം. അതാണ് വത്തക്ക എന്ന് പറയുന്നത്. റബ്ബിനെ പറ്റി ബോധമില്ലാതെ ഇപ്പം നമ്മൾ ഏത് ജോലി ചെയ്യണം, ഒരു ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഏത് ഇതിലെ ജോലി ആവട്ടെ, ആ ജോലിക്ക് നമുക്ക് കാശിട്ടുണ്ട്, ശമ്പളത്തിനാണ് ജോലി ചെയ്യണം, അതൊക്കെ ഓക്കെ. പക്ഷേ അവിടെയൊക്കെ അതിനപ്പുറം നമുക്ക് എന്ത് വേണം? അപ്പം നമ്മളിപ്പോൾ ഒരു ഡോക്ടറായി ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ സേവനം അഴ്ത്ത എന്നതിൽപ്പെട്ടതാണ്. ആ സേവനം അഴ്ത്തയാണ്, അത്ത ആണ്. പക്ഷേ അതിനോടൊപ്പം എന്തു വേണം? നമ്മൾ കൂലി വാങ്ങുന്നുണ്ടെങ്കിലും എന്തു വേണം? വത്തക്ക. ഞാൻ ഈ ചെയ്യണ സേവനം, ഞാൻ എൻ്റെ സമയം ഉപയോഗിച്ച് ചെയ്യണ ഈ സേവനം പടച്ചോനെ നിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ്, അള്ളാഹുവേ നിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ്. നിന്റെ പ്രീതി എന്ന് പറയുമ്പോൾ ആ സ്വർഗം ഉദ്ദേശിച്ചു കൊണ്ടാണ്. അള്ളാഹുവേ നീ അരുതേ അരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടുമാണ്. അപ്പം നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ സ്വർഗം കാംക്ഷിച്ചുകൊണ്ടും. പിന്നെ പ്രവാചകന്മാരുടെ സ്വഭാവം വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നിടത്ത് കാണാം, അവർക്കുണ്ടായിരുന്ന സ്വഭാവമാണ് റഗബം വറഗബ. അള്ളാഹുവിൻ്റെ പ്രീതി, സ്വർഗം ഉദ്ദേശിച്ചു കൊണ്ടൊരു പണി ചെയ്യുക, അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് പണി ചെയ്യേണ്ടതും, അത് ഏത് കാര്യമാവട്ടെ. അങ്ങനെ ആകുമ്പോൾ വത്തക്ക എന്ന ഗണത്തിൽ അത് പെടും. പിന്നെ പറയാം വസദ്ദക്ക. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടായാലും പോരാ, വസദ്ദക്ക ബിൽ ഹസ്ന. സദ്ദക്ക എന്ന് പറയുന്നത് എന്താ? സത്യപ്പെടുത്തണം എന്നാ. ബിൽ ഹസ്ന, ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹസൻ ഒരാളെ പേരാണെന്ന് നമുക്കറിയാം അല്ലേ? ഹസൻ, നല്ലത് എന്നാ. അഹ്സൻ എന്ന് പറഞ്ഞാലോ ഏറ്റവും നല്ലത്, അതിൻ്റെ സൂപ്പർലേറ്റീവ് അല്ലേ? ഈ ഹസൻ എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് അഹ്സൻ. അത് ആണുങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്, മെൻ, ആണിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്, പുരുഷന്മാർക്കാണിത്. എന്നാൽ അതന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കണത് എന്താ? ഹസ്ന എന്നാണ്, ഹസ്ന. അപ്പോൾ നല്ലത്, ഏറ്റവും നല്ല ആണ്, ഏറ്റവും നല്ല പെണ്ണ് എന്നാണ് ഹസ്ന എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് എന്താ? വസദ്ദക ബിൽ ഹസ്ന, ഏറ്റവും നല്ലത് അത് പെണ്ണ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അൽ ജന്നത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വർഗമാണ്, അവിടെ പെണ്ണാണ്. അപ്പം ആ ജന്നത്ത് എന്നത് പറയാതെ അള്ളാഹു തആല എന്ത് പറഞ്ഞതാണ്? അൽ ഹുസ്ന എന്ന പദപ്രയോഗം പറഞ്ഞതാണ്. അപ്പം സ്വർഗത്തെ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. അപ്പം ഏറ്റവും നല്ല ആ സ്വർഗത്തിൽ എന്താവണം? സത്യപ്പെടുത്തണം. അതിലുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഇനി അൽ ഹുസ്ന എന്ന് പറഞ്ഞത് വളരെ വിശാലമായ
ഇന്ന ഇത് എന്ന് അള്ളാഹുത്താല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അവിടെ സ്വർഗം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹുത്താല എന്തൊക്കെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഹുസ്നയാണ്. നല്ല വിശ്വാസം ഉണ്ടാവുക, അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവുക, പ്രവാചകന്മാരിലുള്ള വിശ്വാസം ഉണ്ടാവുക, പിന്നെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലൊക്കെ ഉള്ള വിശ്വാസം, അതൊക്കെ വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, നൽകിക്കൊണ്ടിരിക്കുക. ഇതാണ് മനുഷ്യൻ്റെ ഡ്യൂട്ടി തന്നെ. അള്ളാഹ് ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ എന്താ? അങ്ങനെ കൊടുക്കാനാ. കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തലയിൽ കൊണ്ടുവരേണ്ടത് സമ്പത്ത് മാത്രമല്ല അല്ലേ? കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലുത് നമ്മുടെ സമയത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ആ സമയത്തിൻ്റെ ഭാഗം കൊടുക്കൽ ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ നിർവഹിക്കണ നമസ്കാരം അള്ളാഹ് കൊടുക്കുകയാണ് അല്ലേ? ഞാൻ പിന്നെ നൽകണ മറ്റേതെങ്കിലും ദാനം ആ സമയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് ആ കൊടുക്കുന്നത്. അതിനൊക്കെ സമയം വേണം. അപ്പം ആ സമയത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് ഇങ്ങനെ അത് ഇന്ന ടൈം വരെ എന്നില്ല, മരണം വരെ നൽകിക്കൊണ്ടിരിക്കണം എന്നാണ്. അതിന് സ്റ്റോപ്പില്ല, ഫുൾ സ്റ്റോപ്പില്ല, അങ്ങനെ നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ള വായത്ത. നോക്കി നിങ്ങൾ, ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എണീച്ച് വൈകുന്നേരം കിടക്കാൻ പോകുമ്പം അപ്പോഴും പ്രാർത്ഥന അല്ലേ? ബെഡിലേക്ക് പോകുമ്പോഴും പ്രാർത്ഥന, പിന്നെ രാവിലെ എണീച്ചാലും പ്രാർത്ഥന, അതിൻ്റെ ഇടയിൽ തഹജ്ജുദ്, വീണ്ടും ഒരു സുബഹി നിസ്കാരം, ആ സുബഹിക്ക് മുമ്പ് നിസ്കാരം, ആ സുബഹിൻ്റെ ശേഷം വീണ്ടും പിന്നെ അദ്കാറു സബ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന, വീണ്ടും നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, ജോലിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥന, അങ്ങാടിയിൽ നിന്ന് വേറെ പ്രാർത്ഥന, മാർക്കറ്റിൽ നിന്നൊരു പ്രാർത്ഥന അല്ലേ? വീണ്ടും നിസ്കരിക്കാനായി അതിൻ്റെ ഇടയിൽ ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ള ദിക്റുകൾ ധാരാളം. പിന്നെ അപ്പം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മാമന്നഅത്ത, ഒരു മനുഷ്യൻ്റെ ജീവിതം അള്ളാഹ്ക്ക് ഇങ്ങനെ ഓരോ അവകാശം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അഴ്ത്ത എന്നതിന് വളരെ വിശാലമാണ്. ആ കൊടുക്കണതിനുണ്ടാവേണ്ട ഏറ്റവും ഒരു ക്വാളിറ്റിയാണിത് വത്തക്ക. ആ കൊടുക്കുമ്പോൾ എന്ത് വേണം? നിങ്ങൾക്ക് തഖ്വയോടുകൂടി കൊടുക്കണം, ഭയഭക്തിയോട് കൂടി കൊടുക്കണം എന്നതാണ്. പിന്നെ ആ തഖ്വ മാത്രം ഉണ്ടായാൽ പോരാ, വസദ്ദഖ ബിൽ ഹുസ്ന. ആ കൊടുക്കുമ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ആ സ്വർഗം കാംക്ഷിച്ചുകൊണ്ടും അതിനെ സത്യപ്പെടുത്തി. സ്വർഗം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, നരകം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു അതിന് ഉപയോഗിച്ച പദം സ്വദ്ദഖ എന്ന പദപ്രയോഗമാണ് അല്ലേ? കാണണ പിന്നെ ഇതിപ്പോൾ വെള്ളത്തിൻ്റെ കുപ്പിയാണ് എന്നിപ്പം നമുക്കറിയാം. ഇത് ബോട്ടിൽ വെള്ളമുണ്ട്, പിന്നെ ബോട്ടിലാണ്, വെള്ളത്തിൻ്റെ ബോട്ടിലാണെന്നൊക്കെ നമുക്ക് കണ്ണൂട്ട് പിന്നെ ഒരാളും പറയണ്ട, നമ്മൾ ഉറപ്പിക്കും അല്ലേ? ഇത് മേശയാണ്, ഇത് ചുമരാണ് അല്ലേ? അതൊരു മനുഷ്യനാണ്, അതെൻ്റെ സഹോദരനാണ്, അതിൻ്റെ സിസ്റ്ററാണ്, ഒക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് വാസനിച്ചുകൊണ്ട്, ഇനിയിപ്പോൾ കണ്ണൊന്നുമില്ലാത്തൊരാൾക്ക് വാസനിച്ചുകൊണ്ടൊക്കെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ സ്വർഗം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. സ്വർഗം, നരകമുണ്ട്, സ്വർഗമുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? സ്വദ്ദഖ. സ്വദ്ദഖ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നുവോ, നിങ്ങളെ കൈ കൊണ്ട് തൊട്ട് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അല്ലേ? നിങ്ങൾ വാസനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പഞ്ചേന്ദ്രിയങ്ങളുടെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആ പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ സത്യപ്പെടുത്തണം. അതാണ് മറ്റൊരു ക്വാളിറ്റി ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും, നമ്മുടെ സമയത്തിൻ്റെ ഒരു ഭാഗമോ സമ്പത്തിൻ്റെ ഒരു ഭാഗമോ എന്ത് കൊടുക്കുമ്പോഴും ഈ ഒരു സ്വഭാവം, അഥവാ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നതിൽ സത്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് വസദ്ദഖ ബിൽ ഹുസ്ന. അപ്പോൾ ഇന്നുള്ള ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ കൊടുക്കുന്നുണ്ട്, കൊടുക്കാത്ത ആരുമില്ല. പക്ഷേ ആ കൊടുതി ചിലപ്പോൾ ഏതെങ്കിലും വോട്ടിട്ടാനാവും. നമ്മളിപ്പോൾ കിറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ എന്തിനാ? വോട്ടിട്ടാൻ. അല്ല അപ്പം അതിലെന്ത് ഉദ്ദേശമുണ്ടോ? ഇല്ല അല്ലേ? അടുത്ത ഈ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും, ഈ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കില്ല. കാരണം എന്താ? അവിടെ വോട്ട് കിട്ടൂല അല്ലേ? ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇങ്ങനെയൊക്കെ കാണാൻ നമുക്ക് പല രൂപത്തിലുള്ള കൊടുതി നാട്ടിൽ നിന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്, നമ്മളിലും ഉണ്ട്. അപ്പം ആ കൊടുതിയിൽ നമ്മൾ മറ്റെന്തോ കാംക്ഷിച്ചുകൊണ്ടാണ്.
ആ ഭൗതിക നേട്ടമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറിച്ച് എന്താണ്? വത്തക്ക വസദ്ദക ബിൽ ഹുസ്ന, ആ പരലോകത്ത് എനിക്കിതിന് കൂലി കിട്ടും, അവിടെ ഏറ്റവും നല്ല പ്രതിഫലമായ ആ സ്വർഗം എനിക്ക് ലഭിക്കും, അള്ളാഹു അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ നരകത്തിൽ നിന്ന് അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നാം അത്താ ചെയ്യേണ്ടത്, കൊടുക്കേണ്ടതെന്ന. അങ്ങനെ ആകുമ്പോൾ എന്താ? അതുകൊണ്ടാണ് റിസൾട്ട് എന്താ? ഈ 3 കാര്യം ഒരാൾ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 3 ഉൾപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഈ 3 കാര്യത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തിയിരിക്കണം. ഒന്ന്, കൊടുക്കുക എന്നുള്ളത്, അല്ലേ? അതിപ്പം കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ദാനമല്ല എന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. അതോടൊപ്പം നമ്മൾ നിസ്കരിക്കണം, നമസ്കാരം, ആരാധനാകർമ്മങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലേ? അതൊക്കെ ആ കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് അതിനോടൊപ്പം ഉണ്ടാവേണ്ട തഖ്വ എന്നുള്ള ബോധം. മൂന്നാമത്തത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വസദ്ദക ബിൽ ഹുസ്ന എന്ന ആ കാര്യം ഒരാളിലുണ്ടെങ്കിൽ റിസൾട്ട് അള്ളാഹു പറയുന്നത് ഫസനുയസ്സിറുഹു, ആ മനുഷ്യന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും എന്ന. എന്ത്? ലിൽ യുസ്റ. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുസിർ എന്ന് പറഞ്ഞാൽ എന്താ? യുസിർ എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പം, ഈസി. അത് യുസിർ. അതിൻ്റെ പിന്നെ പുരുഷന്മാർക്ക് പറയുന്ന സൂപ്പർലേറ്റീവാണ് ഐസർ. ഐസർ. അതിൻ്റെ പെണ്ണുങ്ങൾക്ക് പറയുന്ന രൂപമാണിത് യുസ്റ, അല്ലേ? അപ്പം യുസിർ, ഐസർ, യുസ്റ. ഇതും സൂപ്പർലേറ്റീവ് ഫോമാണ്, ഇതും സൂപ്പർലേറ്റീവ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് ആണിനാണ്, ഇത് പെണ്ണിനാണ്. ഇപ്പം നമ്മൾ ബുഷ്റ എന്നൊക്കെ പേര് പറയുന്നില്ലേ? ബുഷ്റ എന്നൊക്കെ പെണ്ണുങ്ങളെ പേരുണ്ടാവും. എന്തെന്നാണത്? ബഷീർ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷ വാർത്ത അറിയിക്കുന്നവനാ. അബ്ഷർ എന്ന് പറയുന്നതോ ഏറ്റവും കൂടുതൽ സന്തോഷ വാർത്ത അറിയിക്കുന്ന. ബുഷ്റ ഏറ്റവും കൂടുതൽ സന്തോഷ വാർത്ത അറിയിക്കുന്ന പെണ്ണെന്നാ. അതങ്ങനെയാണ് ആ പെണ്ണിന് ബുഷ്റ എന്നൊക്കെ പേര് വരുന്നത്, അല്ലേ? ബഷീർ, അബ്ഷർ, ബുഷ്റ, ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാമറിലുള്ള അതിൻ്റെ ആ നിയമം. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഫസനുയസ്സിറുഹു, ആ മനുഷ്യൻ അള്ളാഹു തആല സൗകര്യം നൽകി കൊടുക്കുന്നു, ഉണ്ടാക്കി കൊടുക്കും, എളുപ്പാക്കി കൊടുക്കും. എന്തിലേക്ക്? ലിൽ യുസ്റ, ഏറ്റവും ലളിതമായതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എളുപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഈ 3 ക്വാളിറ്റി ഉണ്ടായാൽ, ഒന്ന് ഫഅമ്മാമൻ അത എന്ന് പറഞ്ഞ ക്വാളിറ്റി, വത്തക അതിനോടൊപ്പം ഉണ്ടാവേണ്ട മറ്റൊന്ന് തഖ്വ, മൂന്നാമത്തത് വസദ്ദക ബിൽ ഹുസ്ന, ആ സ്വർഗത്തിലുള്ള വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തുക. അങ്ങനെ ആ 3 ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഏറ്റവും എളുപ്പമായതിലേക്ക് അവനെ സൗകര്യപ്പെടുത്തി കൊടുക്കും. അവൻ ചെയ്യുന്നതൊക്കെ അവന് ഈസിയാവും എന്നുള്ളതാണ്. ഏത് പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും അള്ളാഹു അവൻ്റെ മനസ്സിൽ അത് ഈസിയാക്കി കൊടുക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങൾ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കി. പ്രവാചകന്റെ ജീവിതം മുഴുക്കെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുമ്പോൾ പ്രയാസമായിട്ട് തോന്നും. പക്ഷേ പ്രവാചകൻ അതൊക്കെ എളുപ്പമാണെന്നാ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കണ തന്നെ എങ്ങനെ? അക്രമി സമൂഹമാണ് അവിടെ ഉള്ളത്, അല്ലേ? കുടുംബക്കാരൊക്കെ നബി ആക്രമിക്കാൻ വൈരാഗ്യമുള്ളവർ, അല്ലേ? ഒന്ന് സംരക്ഷിക്കാൻ ആരില്ല? വാപ്പല്ല. ഏറ്റവും വലിയ സംരക്ഷകനാണ് പിതാവ് ഭൗതികമായിട്ട്, ആ വാപ്പല്ല. പിന്നെ 6-ാം വയസ്സിൽ ഉമ്മയും പോയി. അപ്പോൾ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഉമ്മയില്ല, വാപ്പിയുമില്ല. പിന്നെ പിതാമഹൻ അതും പോയി, അബ്ദുൽ മുത്തലിബും പോയി, അബൂ താലിബും പോയി. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് നോക്കുക നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പക്കാരൊക്കെ പ്രയാസങ്ങളുടെ ആദിയിലാണ്. എന്നിട്ടും ആ പ്രയാസമൊക്കെ ഭൗതികമായി ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനൊക്കെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്ന് ആ പ്രവാചകന് ഏറ്റവും എളുപ്പമായതിലേക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കാൻ. ആലോചിക്കൂ, എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ ആ ശത്രുക്കളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്, അല്ലേ? എത്ര പ്രാവശ്യം പ്രവാചകനെ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അവിടുന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. വിഷം കൊടുക്കാൻ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്, അവിടുന്നും അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്, അല്ലേ? ഹിജറ പോകുമ്പോഴും മറ്റൊരു രക്ഷയാണ്.
ഇങ്ങനെ പിന്നെ മറ്റൊരാൾക്കും നൽകാത്ത ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്, നുബുവത്ത് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയൊരു പ്രശസ്തിയും കീർത്തിയും എന്താണ് ഒരു മനുഷ്യന് ലഭിക്കാണ്ട്? അപ്പൊ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു താല പ്രവാചകത്വം എന്ന ആ കീർത്തി, ആ മുദ്ര അള്ളാഹു താല നൽകുകയാണ്. അപ്പോൾ ഫസനു യസ്സിറുഹു ലിൽ യുസ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ട് തന്നെ വസനു യസ്സിറുക ലിൽ യുസ്റ എന്ന് പറയുന്നുണ്ട്. നബിയെ താങ്കൾക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും, ഇത്തരം ഏറ്റവും ലളിതമായതിലേക്ക് എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്റെ ജീവിതത്തിലൊക്കെ കാണാം. ഇനി പ്രവാചകന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ തന്നെ 2 പ്രശ്നങ്ങൾ വന്നു പ്രവാചകന്റെ മുമ്പിൽ. എങ്കിൽ പ്രവാചകൻ തിരഞ്ഞെടുക്കുക ഏറ്റവും ലളിതമായതിനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഏതാണോ ലളിതമായത് തിരഞ്ഞെടുക്കും. ആയിഷ ബീബി പറയാണ്, ഭാര്യയായ ആയിഷ ബീബി പറയാണ്, കാലത്ത് മാ ഖയ്യറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അംറൈൻ, 2 കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രവാചകൻ സെലക്ട് ചെയ്യുക, ഇല്ല ഇഖ്താറ ഐസർഹുമ, ആ 2 കാര്യങ്ങൾ ഏറ്റവും ലളിത ഏതാണോ അതാണ് പ്രവാചകൻ സെലക്ട് ചെയ്യാറുള്ളത്. മാലം ബി ഇസ്മിൻ, ആ സെലക്ട് ചെയ്യണ കാര്യം ഒരു പാപ്പുള്ള കാര്യം അല്ലെങ്കിൽ പാപ്പ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യൂല എന്നതാണ് ആയിഷ ബീബി പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ അനുചരനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന കാണാം, നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ആളുകളോട് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമായിരിക്കും ചെയ്യേണ്ടത്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതും പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടതും വലാ തുഅസ്സിറു, അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വസക്കിനു, അവർക്ക് സമാധാനം ഉണ്ടാവുന്ന വാക്കുകളാവണം നിങ്ങൾ പറയേണ്ടത്. വലാ തുനഫിറു, അവരെ വിരട്ടി ഓടിക്കുന്ന രൂപത്തിലുള്ള സംസാരം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ പ്രവാചകന്റെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഈ ഒരു സ്വഭാവം കാണാം എന്നുള്ള. അങ്ങനെ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഈ 3 സ്വഭാവം ഏതൊക്കെയാണ്? വഅമ്മാമൻ അഅത വത്തക വസദ്ദക ബിൽ ഹസന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. അപ്പൊ ഈ 3 സ്വഭാവം അല്ലാഹു തആല നമ്മളോട് പറയുന്നത് എന്തിനാ? നമ്മളിൽ അതുണ്ടോ എന്ന് നോക്കാനാണ് അല്ലാഹു തആല അത് പറഞ്ഞിട്ടുള്ളത് എന്നാ. ഇനി പ്രവാചകന്റെ പിന്നെ ഇത് ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് പറയാണ്, അയാളെ വല്യാപ്പാന്റെ പേര് ഹസൻ എന്നതിന്. ഹസൻ എന്ന് പറഞ്ഞാൽ ഈ കുണ്ടും കുയ്യുള്ള ഉയർന്ന കുന്നിനാണ് ഹസൻ എന്ന് പറയുന്നത്. അപ്പം സഈദ് ഇബ്നു മുസയ്യിബിന്റെ വല്യാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധി വന്നപ്പോൾ നബി ചോദിക്കുക, എന്താ നിങ്ങളെ പേര് വെച്ചു? അപ്പം ഹസനാണെന്നത്. അപ്പം നബി പറഞ്ഞു, എൻ്റെ പേര് സഹിലാണ് എന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ കയറ്റല്ല എൻ്റെ പേര്, ഇറക്കാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. എളുപ്പമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് മാറ്റി കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന വരുമ്പോൾ മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. യസ്രിബ്, പഴയ മദീനയുടെ പേര് യസ്രിബായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേര് മാറ്റിയിട്ട് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു വെറുപ്പാണ്. ആ പേര് മാറ്റിയിട്ട് എന്തായി? മദീന, ത്വാബ, ത്വയ്ബ എന്നീ പേരുകൾ ആ യസ്രിബിന് നൽകുകയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പേരുകളിൽ പോലും കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ വളരെ മോശമായ പേരാണെന്ന് തോന്നുന്ന പേരുകൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിക്കൊടുക്കാറുണ്ടായിരുന്നു ആളുകൾക്ക്. ആ രൂപത്തിൽ എളുപ്പാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഉച്ചരിക്കാൻ വളരെ പ്രയാസമുള്ള പദങ്ങളൊക്കെ പ്രവാചകൻ എളുപ്പാക്കി കൊടുക്കും. അത് പ്രവാചകന്റെ ഒരു സ്വഭാവമാണ്. ഈ രൂപത്തിലാണ് പ്രവാചകന്റെ ദഅവത്തൊക്കെ നടന്നിരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഫഅമ്മാമൻ അഅത വത്തക വസദ്ദക ബിൽ ഹസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, ഈ 3 സ്വഭാവം ഉണ്ടാകുമ്പോൾ ഏറ്റവും ലളിതമായതിലേക്ക് എളുപ്പമായതിലേക്ക് അവന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും. ആ ലളിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അവൻ ആ സൗകര്യം കിട്ടും, പരലോകത്തിലും ആ സൗകര്യം കിട്ടും. പരലോകത്തിൽ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ദുനിയാവിലും ഓൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ സൗകര്യപ്പെടുത്തി ഓൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് മുഫസ്സിറുകൾ അതിനെപ്പറ്റി പറയുന്നത്. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.